എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നുമില്ലേനും ഇന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോ എല്ലായിട്ട് വരാമെന്ന് വിചാരിച്ച്. കാണുന്നില്ലേ നിങ്ങൾ മിറ്റവും പരിസരമെല്ലാം? എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഇവിടെ വരുന്ന സമയത്ത്, മോളെ ഇനി ഈ ഭാഗം കെട്ടിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമുക്കൊരു തേച്ചപ്പാടമാണെങ്കിൽ ഈ ഭാഗം കെട്ടിപ്പൊന്തിക്കണം. അത് മാത്രമല്ല ആ പറമ്പത്ത് വലിയൊരു കിണറുമുണ്ട്. അപ്പോൾ ഞാൻ സമയമായിട്ടുണ്ടാവില്ലായിരിക്കും, അല്ലാണ്ട് പൈസയെല്ലാം ഇതിനെക്കാട്ടിലും പൈസയെല്ലാം കൊടുത്തിട്ട് വേറൊരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്. അപ്പം തറവാട്ടിൽ കല്ല് വന്ന സമയത്ത് ഓർക്ക് ആ കല്ല് മാണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് അന്നേക്ക് അങ്ങനെ പിന്നെ പണിക്കാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് നാളെ തന്നെ വരണം എന്ന് പറഞ്ഞു. ഞാൻ 5 കൊല്ലം കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഞാനൊന്ന് ചെയ്യാൻ വിചാരിച്ചാൽ എനിക്കത് പെട്ടെന്ന് ചെയ്യണം. ചെയ്തിക്കില്ല എനിക്കെന്തല്ലോ ഒരു താല്പര്യം, എന്നോട് തന്നെ ദേഷ്യം പിടിക്കും. വേഗം വന്ന് കെട്ടിത്തന്ന് അങ്ങനെ 2 ദിവസത്തെ പണിയുണ്ട്, 2 ആൾ വന്നിട്ടത് കെട്ടി തീർത്തന്ന്. അപ്പോൾ ഞാനിത് മൊത്തം എല്ലാം ഒന്ന് വൃത്തിയാക്കി നല്ല സെറ്റാക്കി. കുറേ പരിപാടി ഉണ്ടേനും. ഇപ്പം മിറ്റം നല്ല ഒരു എന്താ പറയുക, 2-3 ടേബിളെല്ലാം ഇട്ട് ഭക്ഷണം കഴിക്കേണ്ട അത്ര ഒരു വീതിയെല്ലാം വന്നിട്ടുണ്ട്. നല്ല സെറ്റാക്കി കന്നിമൂലയെല്ലാം കെട്ടി നല്ല കുടുക്കി കളഞ്ഞിക്ക്. പിന്നെ ഇത് കഴിഞ്ഞേരം പിന്നെ എന്താക്കി, വാർപ്പിൻ്റെ മേലെ ഞാനൊരു മെയ് മാസം ആവുമ്പോഴത്തേക്കിന് കച്ചറെല്ലാം വാരി എല്ലാം റെഡിയാക്കുന്നതാണ്. ഈ പ്രാവശ്യം അങ്ങനെ കാര്യവും പറ്റിയില്ല, കാരണം മെയ് ഒരു പകുതിക്ക് തന്നെ മഴ വന്ന് പിടിച്ചിക്കല്ലോ. പിന്നെ വഴുക്കലിയായിട്ട് അങ്ങോട്ട് കാര്യനേ ആകുന്നില്ല. ഇവിടെ ഈമേൽ ചാഞ്ഞ് നിൽക്കുന്ന പെലാമാലെല്ലാം മുറിക്കാൻ പറയുമ്പോൾ ഉമ്മ പറയും ഒരുപാട് മുറിച്ചിട്ടാണ് പുര എടുത്തത്, അയാളെല്ലാം മുറിച്ച് നശിപ്പിച്ചിട്ട് എനിക്ക് ചൂട് സഹിക്കാനാവില്ല, അല്ലെങ്കിൽ അതാടുണ്ട് അത്ര ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ, അങ്ങനെ അത് മുറിക്കാണ്ടട വെച്ചിട്ട് എനിക്കിങ്ങനെ കൊല്ലത്തിൽ 8ൻ്റെ അതല്ല 16ൻ്റെ പണിയാണ് തരുക. അപ്പോൾ ഞാനൊരു പ്രാവശ്യം കാര്യം നോക്കുമ്പോൾ ഇതാ അവസ്ഥ. വഴുക്കലിച്ചിട്ട് ഞാൻ എണീച്ച് നിൽക്കുമ്പോൾ ഞാൻ പിന്നെയും വഴുക്കലിച്ച് വീന്ന്, പിന്നെ എണീച്ച് നിൽക്കുമ്പോൾ പിന്നെയും വഴുക്കലിച്ച് വീന്ന്. എങ്ങനെയല്ലോ ഞാൻ കുറച്ച് കച്ചറെല്ലാം വാരി അങ്ങ് പുറത്ത് ചാടി. ഈ പണിക്കാർ പറയും തറവാടില്ല നമ്മളെ വാർപ്പിൻ്റെ മേലെ ഉണ്ട് മൊത്തം വെള്ളം കെട്ടി നിൽക്ക്, എന്തായാലും ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നത്. AC എല്ലാം കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ആവശ്യപ്പെട്ടു ആക്രിക്കാർക്ക് കൊടുക്കേണ്ട ആ ഒരു പരുവത്തിലായിക്ക്. അല്ല ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ കാണിച്ചു തരും. അപ്പം ഞാനും വഴുക്കലിച്ച് പോവാൻ എനിക്ക് പിന്നെ ബേജാറായി. ഇവിടെ കോണി റൂമില്ലാത്തതുകൊണ്ട് ഞാൻ വീണിക്കുണ്ട്, എന്നെ ഇങ്ങനെ ഇവരെത്തിക്കുക, ചാക കെട്ടിയിട്ടേട്ടൻ താത്തണം. അങ്ങനെ ഞാൻ പിന്നെ ഇറങ്ങിങ്ങ് പോന്ന്. ഞാൻ വിചാരിച്ചു ഇതിനെ കടലം നല്ല 1000 റുപ്യ കൊടുത്താലും ഒരു പണിക്കാരനെ വെച്ചിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കാം. അങ്ങനെ ഞാൻ ഇന്ന് ഒരു പണിക്കാരനെ വിളിച്ച്, ആബിദിന, ഓന് താർപ്പായെല്ലാം അന്നത്തെ കാറ്റിലെല്ലാം പൊട്ടി വീണിക്കേനും എല്ലാം കെട്ടി ശരിയാക്കി. പിന്നെ വാർപ്പിൻ്റെ മുകളിൽ നല്ല കച്ചറയും വാരി താഴെയിട്ട് അന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിക്കില്ല. അന്നേരം പണിക്കാറുണ്ട് എന്നോട് ചായ ചോറെല്ലാം കൊടുക്കണ്ടേ. പിന്നെ ആ ചുമരെല്ലാം തെറിച്ചിക്കേനും എല്ലാം മൊത്തം തേച്ച്. പിന്നെ ചില സമയത്ത് എനിക്ക് വീഡിയോ എടുക്കണമെന്നുള്ളൊരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല, ഞാൻ ഏതോ ലോകത്തായിരിക്കും. എൻ്റെ അടുത്ത് ആരെങ്കിലും പറയണം എനിക്കത് വീഡിയോ എടുത്തോറും, എന്നാലും ഞാൻ പിന്നെ എടുക്കുവാൻ നോക്കും. തുളസിയാണെങ്കിൽ മിറ്റം നിറച്ചും തുളസിയാ ചെടിയോ എല്ലാം ആ മുറ്റത്ത് ഇങ്ങനെ കാട് കാര്യിക്കുന്നുണ്ട്. തുളസി സ്മെല്ല അടിക്കുമ്പോൾ തന്നെ ജലദോഷമെല്ലാം മാറുന്നുണ്ട്. ഇവിടുത്തെ മുഹമ്മദോട് ഞാൻ പറഞ്ഞ് തുളസി കണ്ടിട്ട് എനിക്ക് എപ്പോൾ ഇങ്ങനെ ജലദോഷം പിടിക്കുന്നത്. അങ്ങനെ എല്ലാം പറിച്ച് വൃത്തിയാക്കി പാവും എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെറുക്കി ചാകുന്നുണ്ട്. എനിക്ക് തീരെ ഡേറ്റില്ലാത്തൊരു കക്ഷിയായത്. പിന്നെ കാരണോറ മോനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചിട്ട് കിട്ടിയതാണ്. ഇപ്പോൾ ഒന്നും കിട്ടൂലേന് ഞാൻ വിളിച്ചതാണെങ്കിൽ. ഞാൻ പറഞ്ഞല്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സ് തോന്നിയാൽ അത് പെട്ടെന്നായിരിക്കണമെന്ന്. അങ്ങനെ സെറ്റാക്കി മാഷാ അല്ലാഹ് 4 ഭാഗവും ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. അതും വീഡിയോ ഒന്നും എടുക്കാനായിക്കില്ല, അത് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരും. ഓന് പോകുമ്പോൾ തന്നെ 5:30 മണിയായിട്ടേക്ക്. മൂപ്പർക്ക് വീഡിയോയിൽ വരുന്നൊന്നും അത്ര ഇഷ്ടമല്ല, പിന്നെ എന്തിനാ വെറുതെ മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാറല്ലോ. ആൾ നല്ല വർത്താനം മലയാളം പറയുകയെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ വീഡിയോ കൊണ്ടങ്ങ് ചെല്ലുമ്പോൾ എന്നോട് എടുക്കണ്ടെന്നും പറഞ്ഞിക്കില്ല, എന്നാലും
എനിക്ക് തോന്നി ഇഷ്ടമല്ല എന്നുള്ളത്. അങ്ങനെ ഇന്ന് അങ്ങനത്തെ കുറേ പരിപാടികളല്ലേനും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. എല്ലാം ചണ്ടിയെല്ലാം പെറുക്കിയൊരു കൂട്ടയിലാക്കി എല്ലാം കൊണ്ടടിട്ടാവും പോയി എളുപ്പമാവും. ഈ അധികം എത്ര കൊണ്ട് ഏൽപ്പിക്കുന്ന എനിക്ക് കണ്ടൂടാ. എനിക്കെന്തോ സങ്കടമാവുക. ഞാൻ വിചാരിക്കും പാവം ഒരു മനുഷ്യൻ തന്നെയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ.